ഗായ്സ്, ഒരു കുളി കഴിഞ്ഞ് നമ്മൾ വീണ്ടും പ്രയാണം തുടങ്ങിയിരിക്കുകയാണ്. നല്ലൊരു ബെസ്റ്റ് കുളി. ഏത് ആറായിരുന്നത്? കരമന ആറാണെന്ന് തോന്നുന്നു. ഏത് ആറാണെന്നും അറിയില്ല. സൂപ്പർ കുളി, ഹെർബൽ കുളി, മെഡിസിനൽ കുളി. കുളി കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പ്രഷർ ഒന്നേൽ വന്നു. അവിടെ കോസ്മെറ്റിക്സ് വാങ്ങിക്കാൻ പറഞ്ഞവർക്ക് പറഞ്ഞു കൊടുക്കും, ഒരു പാക്കേജ് ഉണ്ട്. ഇതാണോ പറഞ്ഞ കോഴിയെ മറ്റേത് പോലെ തുടങ്ങായിട്ടേക്കണം. ഇത് പോണെങ്കി പറയണേ താഴെ ഏതാണ് മയിലെണ്ണ മയിലെണ്ണ മയിലെണ്ണ. മയിലാട്ടം, മയിലാട്ടം എന്ന് പറയാം, തെറ്റില്ല. നമുക്ക് പറയുമ്പോ മാറിപ്പോകും. അക്ഷരാഭ്യാസം ഇല്ലാത്തോണ്ടാ. സ്കൂളിൽ പഠിക്കാൻ വിട്ടപ്പോ സ്കൂളിൽ പോണവരുന്നു. കൂട്ടത്തിൽ പെട്ടത് നമ്മളാണ്. അങ്ങുമില്ല ഇന്നുമില്ല. ഡിസ്പ്ലേ ആണോ? ടച്ച് പോയതാണോ? അറിയില്ലല്ലോ മീണ. ലൈറ്റ് എത്തണ? ഡിസ്പ്ലേ പോയി. ഡിസ്പ്ലേ പോയതാ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് അടിച്ചു പോയി എന്ന് വിചാരിച്ചു ഗോയ്സ്. പക്ഷേ ഡിസ്പ്ലേ പോയിട്ടില്ലായിരുന്നു. എൻ്റെ വിവോ X100 ആയിരുന്നു എൻ്റെ ഫോണ്. അതിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയിട്ടില്ലായിരുന്നു. അതിൻ്റെ ബ്രൈറ്റ്നെസ് തീരെ ലോയിൽ കിടന്നിരുന്നതാണ്. അത് കണ്ടുപിടിക്കുന്നവരെ എൻ്റെ ഉയിര് കയ്യിലായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ മെയിൻ പണിയായുധങ്ങളാണ് രാജാവേ എന്ന് പറഞ്ഞ പോലെയാണ്. അടുത്ത സ്ഥലത്ത് നമ്മൾ ബ്രേക്കിന് ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ കൂടുതലുണ്ടായിരുന്ന കണ്ണൻ അതിൻ്റെ ബ്രൈറ്റ്നെസ് ഇങ്ങനെ ചരിച്ച് പിടിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും കണ്ട് ക്ലിയറാക്കി അത് പഴയപടി ആക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ പ്രാളപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ സ്പീഡ് കുറയ്ക്കണോ? സൂപ്പർ കാടാണ്. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം തീർന്ന വീട്. പക്ഷെ ഹൈഡ്രേഷൻ സാധനം സൂപ്പർ കേട്ടോ. അത് അടിച്ചപ്പോഴേ വടി 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 വേണ്ടേ? വടി കുറച്ച് നേരം കൂടി. പിന്നെ ഇതിന് ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. വെയിറ്റ്ലെസ് ആണോ? വലിയ കുഴപ്പമില്ല. വെയിറ്റ്ലെസ് എന്ന് പറയാം. അല്ല, എല്ലാ ടെറൈനിലും പറ്റുമോ അത്? ഇത് റണ്ണിങ് ആണ്. ഈ ടെറൈനിൽ പറ്റത്തൊന്നുമില്ല. പിന്നെ എൻ്റെ മറ്റേ ഷൂ മൊത്തത്തിൽ ഫെയിലിയറായിരുന്നല്ലോ ലാസ്റ്റ് ടൈം. അതുകൊണ്ട് അതിട്ടോണ്ടൊന്നും ഉറപ്പായിട്ട് പണി കിട്ടും. വൈൽഡ് ക്രാഫ്റ്റിന്റെ പോലത്തെ മോഡല് അത് കൊള്ളാം അല്ലേ? അത് കൊള്ളാം. പക്ഷെ 10 രൂപ 15 രൂപ 15 രൂപയാവോ വൈൽഡ് ക്രാഫ്റ്റിന്റെ? 10 രൂപ സ്റ്റാർട്ടിങ് ഉണ്ട്. അത് നല്ല സാധനം, പൈസ വെയിറ്റ്ലെസ്. അത് സാധനം കാണുമ്പോഴേ വരത്തുള്ളത്. കണ്ണാ ഞാൻ സ്ലോ ആക്കണ? അല്ല, ഞാൻ ഒരുപാട് ഡിഫറൻസ് ആയി ഏതാണ് സ്ലോ ആക്കണം? ജോർജ് എങ്ങനെയാ നമ്മള് കയറും? അല്ല വിൻസെന്റ് ഏട്ടാ, ഞാൻ പതുക്കെ പോണമെന്നുണ്ടോ? അത് ഞാൻ തിരിച്ചാ. ചേട്ടാ ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി കാണും ചേട്ടാ?
ആ അപ്പോൾ 1 കിലോമീറ്റർ കൂടി ഇതുപോലെ നടക്കാം അല്ലേ? ഹാപ്പി ആയിട്ട്. പിന്നെ നടന്നാൽ മതി. അല്ല, ഹാപ്പി ആയിട്ട് നടക്കാനേ. അപ്പോൾ ഏകദേശം പകുതിയായല്ലേ ഏട്ടാ? ഏകദേശം പകുതി എടുത്തായല്ലേ? അമ്പാസമുദ്രം, മുണ്ടൻതുറൈ അതൊക്കെ ഏത് സൈഡായിട്ട് വരും? ആ മറു സൈഡല്ലേ. ആ ക്യാപ്റ്റൻ ക്ലീറ്റസ്. ക്യാപ്റ്റൻ ക്ലീറ്റസ്. നടന്നുണ്ട് സർവത്തില്ല, നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. നിനക്കെന്നെ മനസ്സിലായത് കണ്ടാ? അവൻ കാട്ടുവാസിയല്ലേ? കൊണ്ടുപോടെ ചുറ്റുമില്ല. തവളെ പിടിക്കുന്ന കണ്ണൻ മിക്കവാറും. ഇതാരാ ക്യാപ്റ്റനെ വെട്ടിച്ചുകൊണ്ട് ഫ്രണ്ടേ പോകുന്നത്? ക്യാപ്റ്റൻ ക്ലീറ്റസ്. കേട്ടോ, ക്യാപ്റ്റനാണ് ഫ്രണ്ട്. ക്യാപ്റ്റൻ ക്ലീറ്റസ്. ഗിയർ മാറി കഴിയുമ്പോൾ തീരും, അത്രേ ഉള്ളൂ. ക്യാപ്റ്റന് പിന്നെ അത് ഷാജി പാപ്പനാവും. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ അഡോബ് പ്രീമിയർ പ്രോ പഠിച്ച് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ കാണും. പ്രീമിയർ പ്രോ പഠിച്ച് തുടങ്ങി കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ടിപ്പുകളൊക്കെ അടുക്കി വെക്കാനും ചെറിയ രീതിയിൽ ട്രാൻസിഷൻ ഇടാനും കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ഗ്രേഡ് ചെയ്യാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് വീഡിയോ ആണിത്. അതാ അടുത്തരുവി കഴിക്കാൻ എവിടെ ചോദിക്കും. ഇല്ലടാ, മറ്റേ ഇവിടെ കഴിഞ്ഞ് അട്ടത്തോട് അട്ടയാറ് കഴിക്കാം. ശരിക്കും പാറയില്ലടാ. മഴ പെയ്തൊന്നും കാടിൻ്റെ ഭംഗി ആസ്വദിച്ചു വരുന്ന കണ്ണൻ. വിശാൽ ബ്രോ, അവിടെ കുത്തനെ വെള്ളച്ചാട്ടമാണ് അവിടെ. മഴ പെയ്ത് കുട്ടേട്ടാ. ഇരിക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. എവിടെയെങ്കിലും കഴിക്കാൻ കിട്ടും. അല്ല, ഞാൻ നടക്കണമെന്ന് വിചാരിക്കേണ്ടത് നിങ്ങൾ. അതെ അതെ, റെക്കോർഡിംഗ് ആണേ. റെസ്റ്റ് എടുക്കണം. പ്രമോദേട്ടാ, എന്ത് സ്പീഡാണ് എന്താ നിങ്ങൾ ഇങ്ങനെ ഇത്ര സ്പീഡിൽ പോകുന്നേ? ഞങ്ങളെ പറ്റുന്നില്ലല്ലോ. എത്താൻ പറ്റുന്നില്ലല്ലോ. ഞാൻ സ്ലോ ആക്കാം. പ്രകൃതിയിൽ നിന്ന് എത്ര ദൂരെ നിന്നാണ് അവർ വരുന്നത്? ഞാൻ സ്ലോ ആക്കാം. നോക്കൂ ഡോറ, ഞാൻ നിങ്ങൾക്കുള്ള വഴി കാണിച്ചു തരുവാണ്. ഗായ്സ്, കാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം എൻഡാണ് ഈ നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും അടുത്തടുത്തുള്ള വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിദത്തമായ വെള്ളച്ചാട്ടം. ഞാൻ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗൈഡൊക്കെ പുറകിലാണ് വരുന്നത്. ആർക്കും കുടിക്കാം, ഇവിടെയും കുടിക്കാം.
ബാച്ചിലർ ലൈഫാണ് അഭയമെന്നയ്യപ്പ, അറിയാ പാവങ്ങൾ പൊറുക്കണമയ്യപ്പ, ജീവിതമാം കരിമലകൾ കേറി വരുന്നൊരു യാത്രയിൽ. ബാച്ചിലർ ലൈഫാണ് അഭയമെന്നയ്യപ്പ, അറിയാ പാവങ്ങൾ പൊറുക്കണമയ്യപ്പ, ജീവിതമാം കരിമലകൾ കേറി വരുന്നൊരു യാത്രയിൽ എല്ലാരും ഒന്നായി. ഓഹേ ക്യാപ്റ്റന്മാരേ ഉള്ളൂ. ഗൈസ് അപ്പുറത്ത് ഫുള്ള് കൊക്കയാണ് ഗൈസ്. റൈറ്റ് സൈഡിൽ പൊടി പോലും കിട്ടത്തില്ല താഴെ പോയി കഴിഞ്ഞാൽ. ഇതൊരു ചെറിയ വഴി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എന്തൊക്കെയോ നല്ല നല്ല പ്ലാൻസുകളാണ്. അതായത് ഈ വെയിലത്തെ എന്താണ് ജാതിക്കേ ഫോട്ടോ എടുത്ത് നിൽക്കുവായിരുന്നു. വീണ്ടും ഒരു വെള്ളച്ചാട്ടം എത്തി. ഇങ്ങനെയാ அந்த பக்கமா അവിടെ നിന്ന് കഴിക്കാൻ ഏത് വഴി പോകേണ്ടത്? അവിടെ ഇവിടെ 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 താഴെ 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 കല്ലുണ്ടല്ലേ? ആ അതിന് ചവിട്ടി അതിന് അപ്പുറത്തെ ചവിട്ടിയാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല. അങ്ങോട്ട് ആ കല്ല് ചോട്ട് അതില് അതിലോട്ട് അടുത്തപ്പുറത്ത് എവിടെയുണ്ട്? കഴിക്കാം. ആ ഇതൊക്കെ നമ്മൾ എവിടെയാണ് വെക്കൂ? എന്തിനാടാ കൊന്നിട്ട്? സൂം ചെയ്യാൻ പറ്റൂലേ ഇതില്? അവര് ലോങ് കട്ട് പോയി, നിങ്ങൾ ഷോർട്ട് കട്ട് പറഞ്ഞ വേണ്ട. അങ്ങനെ നമ്മൾ അട്ടയാറ് ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ടെറൈൻ കംപ്ലീറ്റ് മാറുവാണ്. ഇവിടുന്ന് ഫുള്ള് പുൽത്തകിടിയും പുൽമേടും ഒക്കെ ആയിട്ടുള്ള വഴികളാണ്. മൊട്ടക്കുന്നെന്ന് പറയാം. മരങ്ങളൊന്നുമില്ല. നല്ല വെയിലത്താണ് നമ്മൾ പോകുന്നത്. നല്ല പുല്ലും കാര്യങ്ങളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ നല്ല വെയിലുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മൊട്ടക്കുന്നിൽ ഇടയ്ക്ക് വെച്ചിട്ട് വെള്ളത്തിൻ്റെ സ്ട്രീംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് വെള്ളം ഇവിടുന്ന് തന്നെ കരുതി നമ്മൾ പോകണം. ഇവിടെ നിന്ന്
ഒന്ന് മാറിക്കേ, ചെറിയ സൈഡ് തന്നെ. പുളിശ്ശേരത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. ഒറ്റയാൾ പട്ടാളം നല്ല തകർത്ത് അഭിനയിച്ചു കേട്ടാ. ഓടി കിടന്നോ? ആ മരങ്ങളും തണലും ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു തണുപ്പുള്ളതുകൊണ്ട് ഇവിടെ നടക്കുമ്പോൾ നല്ലൊരു തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ചൂടോ ഒന്നുമില്ല. രണ്ട് സൈഡിലും നല്ല പുൽത്തകിടിയും നല്ല കാഴ്ചകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു വെയിൽ എഫക്റ്റ് തോന്നത്തേ ഇല്ല. ഇതാ വീണ്ടും അടുത്ത ടെറൈനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഒരു എ സിയുടെ അകത്ത് പെട്ടെന്ന് കയറി ചെന്നാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീലാണ്. തണലും മരങ്ങളും ഒക്കെ ആയിട്ട് ഈ സ്മെല്ല് തന്നെ ഇവിടുത്തെ നല്ല വ്യത്യാസമാണ്. നല്ലൊരു മണമാണ് ഇവിടെ ഒക്കെ വരുന്നത്. നല്ലൊരു തണുപ്പുമായിരിക്കും ഇങ്ങോട്ട് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ പറ്റും. ശാൽവി അവിടെ പോയിരിക്കുന്നു. കുടിക്കല്ലേ? ആ നിരപ്പെത്തിയിട്ട് കുടിക്കാം. അവിടെ ഒരാള് ദോ അവിടെ ഓടിപ്പോയ പോ. എടാ ബേബി അവിടെ നിൽക്കടാ. അല്ല ബീവി മുമ്പോട്ട് ഓടണം. അവന് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും മറ്റേ ബീവി എന്ന് വെച്ചാൽ വേട്ടാവളി നിന്ന് കേട്ടില്ല. ഞാൻ മുൻകാണ് എടുത്തേക്കണം, ചുമ്മാ ഞാൻ എന്ത് ചെയ്യാ? ഇയാൾ ഓടി ഫ്രണ്ടിൽ കയറി ഞാൻ അറിഞ്ഞു. മുട്ടിന് മേളിലോട്ട് പൊക്കിയിട്ടുള്ള റീൽ എടുത്തൊക്കെ മതി. സംഭവിക്കുന്നുണ്ടോ? ഗൈസ് നമ്മൾ ബേസ് ക്യാമ്പിലോട്ട് 16 കിലോമീറ്റർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ആൾക്കാർ ഇരുട്ടിയിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തുന്നത്. നമ്മളിപ്പോൾ 4:30 ആയിട്ടുള്ളൂ. നമ്മളെത്തി തുടങ്ങി. കിലോമീറ്റർ വിജയകരമായിട്ട് ഞങ്ങളെല്ലാവരും പൂർത്തീകരിച്ചിരിക്കുകയാണ്. നിങ്ങളും വരിക, ടീമായിട്ട് വരിക. ഒറ്റയ്ക്ക് മൂരാച്ച കണ്ണനെ പോലെ വരരുത്. നാളെ ഇതുവഴിയാ പോകാനുള്ളത്. ഇതുവഴിയാ? ആ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. ഫോട്ടോ എടുത്താലും പെട്ടിയിലകത്ത് പെട്ടി നഷ്ടമില്ല. ലാഭം തന്നെ. എങ്ങനെ നോക്കിയാലും പെട്ടിയാർക്ക് ലാഭം തന്നെ.
കുറച്ച് സ്പീഡ് കുറയ്ക്കുക ക്യാപ്റ്റാ. എന്താ ക്യാപ്റ്റൻ ഇത്? ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എത്ര സ്പീഡിൽ എത്താൻ. ഓ ഞാൻ സ്പീഡ് കുറയ്ക്കാം. ഓക്കെ ഓക്കെ. ഗായ്സ് നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. പാസും ഇതൊക്കെ അതിനകത്തല്ലേ ക്യാമറ പേരില്ലേ ഇതിനകത്തുണ്ട്. കൊണ്ടുകൊടു പുട്ടും കടലേ വാങ്ങിച്ചോണ്ട് വാ. തിരിച്ചിറക്കട്ടെ എന്നാ ഇതിന് വേണ്ട ആരൊക്കെന്ന് വെച്ചാൽ ഇത് കിച്ചൺ. ഇതുണ്ട്. ആരില്ലല്ലോ ഇവിടെ. മറ്റേ ചെടി രാവിലെ ആകുമ്പോൾ കിടക്കുകയായിരിക്കും. രാവിലെ അതേ സാനിറ്റൈസർ വാളക്കൂലല്ലേ ഇനി ഇരിക്കണം. ഒട്ടകത്തിന് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞ കണക്കായില്ല. കുറച്ചങ്ങോട്ട് നീക്കിയിരുന്നാണ് മനുഷ്യ. സൂക്ഷിച്ചിരിക്കണം, ആ വെള്ളം പോകും. പോയാലേ കട്ടൻ കുടിച്ചിട്ട് പോവാ. അതിന് വാങ്ങിച്ചോ. അങ്ങനെ ബേസ് ക്യാമ്പിലെത്തി അവിടെ നിന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമ്പിൻ്റെ തന്നെ പുറകുവശത്തായിട്ട് ഒരു അരുവി ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നമ്മൾ എല്ലാവരും കൂടി കുളിക്കാനായിട്ട് പോവുകയാണ്. അത് ലീഗലി അലൗഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ളവർക്ക് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കുളിക്കാനായിട്ട്. കുളിക്കാൻ ഇനി പോണൂടാ. ഇയാൾ പേടിക്കാതരോ, നമ്മളൊക്കെ ഇല്ലേ കൂടെ. അതാണ് പേടി. വേറെ വലിയ പറയണ്ട. നമ്മളെ ഇൻസ്റ്റേ കൊണ്ട് വരൂ. ഈ മലയിൽ അഗസ്ത്യമുനിയുടെ രൂപം കാണാൻ പറ്റുമായിരുന്നു. ആണോ? ഏത് മലയില്? ഇതിൽ രണ്ടിലേതോ ഒരു മലയാണ്. അതാണെന്ന് അറിയാൻ വയ്യ, കാണാൻ വയ്യ. ഞാൻ അങ്ങ് എന്നിട്ട് കാണിച്ചു തരാം. എന്റെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നു. ഏത് മലയാണെന്ന് അറിയാൻ വയ്യ. എനിക്ക് ഈ ലെഫ്റ്റ് കാണുന്നതാണെന്നാണ് തോന്നുന്നത്. പേടിക്കാതെ വാ കൂടെ. ഇത് കുളിക്കണ്ടേ? കുളിക്കാൻ താ അവിടെ തന്നെ. സൗണ്ട് കേട്ടില്ലേ? തണുത്ത് തുടങ്ങി. എനിക്ക് ഇപ്പൊ കുളിക്കണ്ട, പോരെ? വേണ്ട. വീഡിയോ വലിച്ച് അവിടെ ഇരുന്നു. ആ ഇത് അത് തന്നെ, മൊത്തം അത് തന്നെ ആയിരിക്കും. അങ്ങനെ പോവാ. പേടിക്കണ്ട. തിരിച്ച് 1 ലക്ഷം അട്ടയും കൂടെ പോയി. ഞാനാ വിളിക്കുന്നത്, ചേട്ടനാ വിളിക്കുന്നത്. ഇരിപ്പുള്ളതാണോ സ്ഥലം? കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. അവിടെ വെച്ചാണ്. എനിക്ക് ആ വീടോടെ പേടിയായിട്ട്. കാരണം എവിടെ ചവിട്ടിയാ വീട്, എവിടെ ചവിട്ടി നിൽക്കുന്ന ഒരു ഐഡിയ ഇല്ല. എന്റെ ദൈവമേ, ഐസ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 8 മണിയായപ്പോഴത്തേക്കും നമുക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. നമ്മൾ ഓഫ് സീസൺ
പാക്കേജ് എടുത്തതുകൊണ്ട് ഫുഡൊക്കെ നമുക്ക് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇവർ തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്ത നല്ല ചൂട് കഞ്ഞിയും കറിയും പയറും മുളകും കൊണ്ടാട്ടവും പിന്നെ അച്ചാറും പപ്പടവും എല്ലാം സൂപ്പറായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. കഞ്ഞിയൊക്കെ എത്ര ചോദിച്ചാലും അവർ തരുന്നുണ്ടായിരുന്നു. അതിലൊന്നും ഒരു ലുബ്ധതയും കാണിക്കുന്നില്ലായിരുന്നു. നല്ല സർവീസുമായിരുന്നു ഇവരുടേത്. ഫുഡ് നല്ല ടേസ്റ്റായിരുന്നു. വെള്ളം ഈ പപ്പടം തന്നില്ല. എന്താ ജോർജ് നോക്കി എടുക്കണ്ടേ പപ്പടമൊക്കെ? അവരെന്നെ വിളിച്ചാ തോന്നുന്നു. എന്നെ വിളിച്ചാ തോന്നുന്നു പപ്പടം എന്നാ അതിനെ കൂടെ ഇല്ലല്ലേ പുറത്തിരുന്ന പണി. എന്റെ കഞ്ഞിയിലായിരിക്കും കൈ. കഞ്ഞിയിൽ പാറ്റയിടല്ലേ? നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ടാണോ അതോ കൂട്ടത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വീട്ടിൽ സാധാരണ കഴിക്കുന്നതിൻ്റെ 2 ഇരട്ടി കഞ്ഞി മേടിച്ചിട്ടും ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റി. അത്രയ്ക്ക് നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. പപ്പടം ഞാൻ കൂടി തന്നാൽ മതി. തന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങാനുള്ള സെറ്റപ്പ് നോക്കുവാണ്. ഉറങ്ങാനായിട്ട് ഈ ഒരൊറ്റ ഹോളിലാണ് എല്ലാവരും കൂടി കിടന്ന് ഉറങ്ങുന്നത്. വന്നിട്ടുള്ള 100 പേരും അതിൻ്റെ അകത്താണ് കിടക്കുന്നത്. രാജകീയ സൗകര്യമൊന്നും പ്രതീക്ഷ ആരും അങ്ങോട്ട് പോകരുത്. നമ്മുടെ KSRTCയുടെ റെക്സിൻ പോലത്തെ ഉള്ളൊരു വെച്ചിട്ടൊരു ചെറിയൊരു മെത്തയും തരും. നമുക്ക് ആ ഹോളിൽ കുറച്ച് നേരമേ കറണ്ട് ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊന്നും ഇരുട്ടായിരിക്കും. ആ കറണ്ട് വരുന്ന സമയത്ത് നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യണം. നാളെയാണ് നമ്മുടെ ഏറ്റവും ടഫായിട്ടുള്ള ടാസ്ക് വരുന്നത്. അതുകൊണ്ട് ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങുവാണ്. നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളത്തെ വീഡിയോസ് എല്ലാം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ പ്ലീസ്.